ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഹിന്ദു അനാലിസിസിലേക്ക് അവർക്കും സ്വാഗതം. ഹിന്ദു ഒന്നാമത്തെ പേജിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. ഡൽഹി എഡിഷന്റെ ഒന്നാമത്തെ പേജാണ് നമ്മൾ ആദ്യമായിട്ട് കാണുക. ഒന്നാമത്തെ വാർത്ത, പുഷ്കർ ധാമി അദ്ദേഹം ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചീഫ് മിനിസ്റ്ററായി അധികാരത്തിൽ വന്നു. ഈ വാർത്തയ്ക്ക് ഒരു സിവിൽ സർവീസ് ആസ്പിരന്റുമായി എന്താണ് ബന്ധം? ഉത്തരാഖണ്ഡിൽ നമുക്കറിയാം മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിത്വം, അദ്ദേഹം 6 മാസത്തിനുള്ളിൽ ജയിച്ച് അധികാരത്തിൽ വരേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എലക്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ 6 മാസത്തിനുള്ളിൽ മുൻ മുഖ്യമന്ത്രി റാവത്ത് അധികാരത്തിൽ വരാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ധാമി, അദ്ദേഹം ഓൾറെഡി MLA ആണ്, അദ്ദേഹം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുഖ്യമന്ത്രി ആകണമെങ്കിൽ എന്തൊക്കെ യോഗ്യതകൾ വേണം തുടങ്ങിയ കാര്യങ്ങൾ അനാലിസിസിൽ നമ്മൾ ഇന്നിപ്പോൾ കാണാൻ പോവുകയാണ്. മറ്റൊരു വാർത്ത, ജമ്മു ആൻഡ് കാശ്മീർ അഡ്മിനിസ്ട്രേഷൻ ബാൻസ് ഡ്രോൺസ് ബാൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. വിശദ വിവരങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു. ഡൊമസ്റ്റിക് എയർ ട്രാഫിക്കിൽ ഇംപ്രൂവ്മെന്റ് വരുന്നു. വിമാന യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുന്നു. ആളുകൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. താലിബാൻ ക്യാപ്ചർ സെവറൽ ഡിസ്ട്രിക്ട് ഇൻ അഫ്ഗാനിസ്ഥാൻ. ഇന്ന് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞങ്ങൾ ചർച്ച ചെയ്തതേ ഉള്ളൂ ഈ ഒരു വിഷയം. അമേരിക്കയുടെ പിൻവാങ്ങലോടുകൂടി താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ പിടിമുറുക്കുന്നു. അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണി ആയേക്കാം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളുടെ ഇടപെടലുകൾ അനിവാര്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത എഡിറ്റോറിയൽ പേജിലേക്ക് പോവുകയാണ്. എഡിറ്റോറിയൽ പേജില് പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. കോവിഡ് ഷീൽഡിനെ കുറിച്ചുള്ളതാണ് ഒന്നാമത്തെ എഡിറ്റോറിയൽ. കോവിഡ് ഷീൽഡ് എന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ തന്നെ. പുഷ്കർ ധാമി അദ്ദേഹം തിരാത് സിംഗ് റാവത്തിനെ മാറ്റി ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. റാവത്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ മെമ്പർ ആയിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ കോവിഡ് കാലഘട്ടത്തിൽ MLA ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ സാധിക്കാത്തത് വന്നതുകൊണ്ടാണ്. അപ്പൊ BJP ഹാസ് പുട്ട് എ നാരറ്റീവ് ഓഫ് എ ലീഗൽ ലിംബോ ടു എക്സ്പ്ലെയിൻ ദ ചേഞ്ച്, ക്ലെയിമിംഗ് ദാറ്റ് it had become impossible for him elected as an MLA within 6 months time frame. കാരണം കോവിഡ് കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ ഇലക്ഷൻ നടത്താൻ പറ്റത്തില്ല. അപ്പൊ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ ജയിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്ന ഒരു വാർത്തയാണ്. ബൈപോൾസ് കുഡ് നോട്ട് ബി ഹെൽഡ് ബിക്കോസ് ഓഫ് COVID-19. കോവിഡ് ഒരു ഷീൽഡായിട്ട് മാറിയിരിക്കുന്നു. അത് പുതിയ ചീഫ് മിനിസ്റ്റർക്ക് ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത. നമ്മൾ വിശദാംശങ്ങളിലേക്ക് കടക്കും. മിക്സഡ് ബാഗ് എന്നുള്ള മറ്റൊരു എഡിറ്റോറിയൽ, എല്ലാ സെക്ടറിന്റെയും ഹെൽത്ത്, റീസ്റ്റോറിംഗ് ഹെൽത്ത് ഓഫ് എവറി കോൺസ്റ്റിറ്റ്യൂവന്റ് സെക്ടർ ഇസ് എ മസ്റ്റ് ഫോർ ലോങ് ടൈം ഗ്രോത്ത് ഇൻ എക്സ്പോർട്ട് എന്നുള്ളൊരു വാർത്തയാണ്. എക്സ്പോർട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാ സെക്ടറുകൾക്കും പ്രാധാന്യം കൊടുക്കണം. ഒപ്പം ലോക്ക്ഡൌൺസും പാൻഡമിക്കും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഗ്രോത്ത് ഏത് രീതിയിലാണ് നമുക്ക് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാവുന്നു. വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ദ പ്രോബ്ലം നൗ വിത്ത് മിലിറ്ററി സിനർജി പ്ലാൻ. നമുക്കറിയാം ഇന്ത്യൻ നേവിയും ആർമിയും എയർഫോഴ്സും ഒരുമിച്ചുള്ള ഇന്ത്യൻ മിലിറ്ററി അത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് കടന്നു വരുന്നു. അത്തരത്തിലുള്ള കമാൻഡ്സ് നിലവിൽ വരാൻ പോവുകയാണ്. അമേരിക്കയും ചൈനയും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പോളിസിയാണ്. നമ്മൾ അതിനെക്കുറിച്ച് കാണും. മറ്റൊരു വാർത്ത, എഡിറ്റോറിയൽ കഴിഞ്ഞ അടുത്ത പേജാണ്, പ്രധാനപ്പെട്ട ഒരു പേജാണ്. അവിടെയുള്ള വാർത്തകളിൽ ഹൗ ഛത്തീസ്ഗഡ് ഹാവ് സ്റ്റാൾഡ് എ ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റ്, അത്തരത്തിലുള്ള ഒരു ലേഖനം. സാൽവ ജുദും ജഡ്ജ്മെന്റ് വാസ് delivered 10 years ago, but nothing has been done to implement it. സാൽവ ജുദൂം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്നാണ്. സാൽവ ജുദൂം എന്ന് വെച്ചാല് നക്സൽസിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു വിജിലന്റ് മൂവ് സ്റ്റാർട്ട് ചെയ്തു. ഛത്തീസ്ഗഡും സ്റ്റേറ്റ് ഗവൺമെന്റും
ഒരുമിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്തത്. അതില് ഈ മാവോയിസ്റ്റുകളെ നേരിടാൻ വേണ്ടി ഇവരുടെ കയ്യിൽ ഇവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് തോക്കും മറ്റുമൊക്കെ നൽകി. അപ്പൊ ഈ സാൽവ ജുദും എന്ത് ചെയ്തു? അവര് പോലീസിന്റെ ഒരു പവറൊക്കെ പോലെ തന്നെ കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുള്ളൊരു വിധി ആണ് കോടതി പുറപ്പെടുവിച്ചത്. ഇത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. കാര്യം പോലീസ് ഫോഴ്സിലില്ലാത്ത ആളുകൾ മറ്റുള്ളവരെ വേട്ടയാടുന്നത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ആ വിധിയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അത്തരത്തിലുള്ള ഒരു ബോഡി ആയിരുന്നു സാൽവ ജുദും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ലേഖനമാണ്. വാക്സിനേഷൻ റെക്കോർഡ് പേസിലേക്ക് പോകുന്നു എന്നുള്ള മറ്റൊരു വാർത്ത. തീർച്ചയായിട്ടും ആവശ്യമാണ്. വാക്സിനേഷൻ കൂടുതൽ സ്പീഡിൽ തന്നെ മുൻപോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ വാർത്തയിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വാർത്തയിൽ നമ്മളിത് കാണുന്നു. പരസ്യമാണ്. എഡ്യൂക്കേഷൻ പ്ലസ്. നമുക്ക് ആവശ്യമുള്ള വാർത്തകളൊന്നും തന്നെ ഇല്ല. നമ്മളിത് അത്തരം പേജുകൾ ഒഴിവാക്കി വിടുക. അടുത്ത പേജിലുള്ള മറ്റൊരു വാർത്ത, ആസാം പ്ലാൻ സബ് ഗ്രൂപ്പ്സ് ടു സ്റ്റെബിലൈസ് പോപ്പുലേഷൻ. സ്റ്റേറ്റ് ഹാസ് ടു മാനേജ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഹിമന്ത പറഞ്ഞിരിക്കുകയാണ്. BJP ലെഡ് ഗവൺമെന്റ് ആണ് അസാമിലുള്ളത്. 2 ചൈൽഡ് പോളിസി ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരണം. അതിനൊരു 8 സബ് ഗ്രൂപ്പ്സ് ആരംഭിക്കാൻ പോകുന്നു. ചീഫ് മിനിസ്റ്റർ ഹിമന്ത് വിശ്വാസ് ശർമ്മ ഇൻഡിജിനിയസ് ആസാമീസ് മുസ്ലിം ലീഡേഴ്സിനോട് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഡെവലപ്മെന്റ് ഉള്ള 5 സംസ്ഥാനങ്ങളിൽ എത്തണമെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം മുസ്ലിം ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത്. ഡൊമസ്റ്റിക് എയർ ട്രാഫിക്കില് ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. ഒപ്പം സ്റ്റാൻ സ്വാമി ഓൺ വെന്റിലേറ്റർ സപ്പോർട്ട് എന്നുള്ളതാണ് വാർത്ത. പക്ഷെ അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്തയാണ് വൈകുന്നേരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ അടുത്ത കാലത്ത് നമുക്കറിയാം ഭീമ കൊറിഗാവൺ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ജയിലിലായിരുന്നു. എന്നാൽ കോടതിയുടെ വിധിയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഏകദേശം 85 വയസ്സുള്ള വന്ധ്യ വയോധികനാണ്. അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരിച്ച വാർത്ത ഈവനിങ്ങിൽ പുറത്തു വന്നിട്ടുണ്ട്. നരവണെ ടു ഇനാഗ്രേറ്റ് ആർമി മെമ്മോറിയൽ ഇൻ ഇറ്റലി. UK-യിലും ഇറ്റലിയിലും ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ മനോജ് നവരാനെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം കാസിനോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ടൗണിൽ അദ്ദേഹം ഒരു മെമ്മോറിയൽ അദ്ദേഹം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു. നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻഡോ പസഫിക് ഇനിഷ്യേറ്റീവിലും മറ്റുമൊക്കെ ഇന്ത്യയുടെ ഒരു റോള്, സെൻട്രൽ റോള് വരുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. CPI for JPC probe into റഫേൽ ഡീൽ. റഫാലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നടക്കുന്നു. ഫ്രാൻസ് എൻക്വയറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റേണലി അതിൽ അഴിമതിയും മറ്റുമൊക്കെ ആരോപണം വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും ഇതിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഫ്രണ്ട് ലൈൻ വുമൻ സോൾജിയേഴ്സ് ആസാം റൈഫിൾസിലെയാണ്. അവർ മാർച്ച് ചെയ്യുന്നു. ഒരു വുമൻസ് എംപവർമെന്റിന്റെ ചിത്രം കൂടിയാണ്. ഇന്ത്യ US പാർട്ട്ണർഷിപ്പിനെ കുറിച്ചുള്ള വാർത്തയുണ്ട്. നമ്മൾ ഇന്ന് അത് അനാലിസിസിന് വിധേയമാക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ അനാലിസിസിലേക്ക് നമ്മൾ കിടക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. നമുക്കിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അടുത്ത ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോകുന്നു. അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് കിടക്കുകയാണ്. ഈ ഓരോ വാർത്തകളുടെയും വിശദാംശങ്ങളിലേക്കാണ് നമ്മളുടെ അനാലിസിസിൽ നമ്മളിപ്പോൾ കിടക്കുന്നത്. ഹിന്ദു പത്രത്തിന്റെ പ്രധാനപ്പെട്ട ഓരോ പേജുകളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും ഒന്നാമത്തെ പേജിലുള്ള പുഷ്കർ ധാമി ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് അധികാരത്തിൽ വരുന്നു. അപ്പോൾ യങ്ങസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആണ്. ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, അദ്ദേഹം കുമയൂൺ ട്രൈബിൽ നിന്നുള്ളതാണ്. ഇപ്പൊ ഉത്തരാഖണ്ഡിലുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ഈ കുമയൂൺ ട്രൈബൽ എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ട്, അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. Just like the Prime Minister, provisions of appointment are not mentioned in Constitution. ആ നോട്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, അത് മനസ്സിലാക്കണം. ചീഫ് മിനിസ്റ്ററുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായി പറയുന്നില്ല. പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്നില്ല. According to Article 164 in Indian Constitution, Governor appoints Chief Minister. ഇത് മനസ്സിലാക്കുക, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്. Governor cannot appoint any random person of the Chief Minister, but has to follow a provision. The term of Chief Minister is not fixed, and he holds his office during the pleasure of the governor. Chief Ministerയുടെ ടേമും നിജപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഗവർണർക്ക് അത് എന്നാണോ ഗവർണറുടെ ഒരു പ്ലഷർ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ചീഫ് മിനിസ്റ്ററെ നിലനിർത്താൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇത് വളരെ പ്രത്യേകിച്ച് ഈ അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്കും ഉണ്ടാവണം. രണ്ടാമത്തെ വാർത്ത പേജ് 3-ലുള്ളതാണ്. 50% മുനിസിപ്പൽ സ്കൂൾസും RTA ആക്ട് മാൻഡേറ്റ്സ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 50% of the municipal schools are not following Right to Education Act's mandate of pupil-teacher ratio, while 98% of Delhi government schools are maintaining PTR. Pupil-teacher ratio, നമുക്കറിയാം ഇന്ത്യയിലെ ഈ ഒരു അനുപാതം വലിയൊരു പ്രശ്ന സങ്കീർണമാണ്. അപ്പൊ അത് കൃത്യമായിട്ടും ഫോളോ ചെയ്യുകയാണ് എങ്കിൽ ഒരുപക്ഷെ എഡ്യൂക്കേഷൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ യുണൈറ്റഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് UDISC പ്ലസ് റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 1.5 മില്യൺ സ്കൂൾസ് ഉണ്ട്, 8.5 മില്യൺ ടീച്ചേഴ്സ് ഉണ്ട്, 250 മില്യൺ ചിൽഡ്രനുമാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ പാരാമീറ്റേഴ്സ് അസസ് ചെയ്യാൻ ഇത് സഹായകരമാവുന്നു. Pupil-student ratio has increased at all levels of schools education 2019-2020 as against 2012-2013 എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പേജ് 10-ൽ ലിറ്ററസി ന്യൂമറസി മിഷൻ ഡെഡ്ലൈൻ പുഷ് ടു 2027 പൊളിറ്റി ആൻഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഒരു നിപുൺ ഭാരത് എന്ന് പറയുന്ന ഒരു സ്കീം വരികയാണ്. നിപുൺ ഭാരതിൽ 2 കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. എന്തൊക്കെയാണ്? സ്കൂൾ കുട്ടികൾ 2 കാര്യത്തിൽ സ്മാർട്ട് ആവണം. ആ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി. ന്യൂമറസി എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ സ്കിൽസ് ആണ്. അവരുടെ ലാംഗ്വേജ് സ്കിൽസിന് ഇമ്പോർട്ടൻസ് വേണം, ഒപ്പം അവരുടെ മാത്തമാറ്റിക്കൽ സ്കിൽസിന് ഇമ്പോർട്ടൻസ് വേണം. ഈ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് സ്കീംസ് ആയ സമഗ്ര ശിക്ഷ സ്കീംസിൽ ബജറ്റിൽ ഇത്തവണ 20% ഡ്രോപ്പ് കുറവ് അനുഭവപ്പെട്ടു. അപ്പോൾ ഈ ഫൗണ്ടേഷണൽ ലിറ്ററസിയും ന്യൂമറസിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും കോമ്പിറ്റൻസീസ് റീഡിങ്ങിൽ അവർ കുട്ടികൾ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ ന്യൂമറസി, അതും എൻഡ് ഓഫ് ഗ്രേഡ് 3, 3-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് നന്നായിട്ട് വായിക്കാൻ പഠിക്കണം. 3-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും കുട്ടികൾ നന്നായിട്ട് ന്യൂമറിക്കൽ സ്കിൽസ് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് മിഷനിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. കുട്ടികൾക്ക് ഒരു നല്ല അടിത്തറ ഉണ്ടായാൽ അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട രീതിയിലാവും. നിപുൺ സ്കീം, നിപുൺ ഭാരത്
അതിന്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അതിന്റെ ഫണ്ട് സമഗ്ര ശിക്ഷ അഭിയാൻ വഴിയായിട്ടാണ് കൊടുക്കുന്നത്. അതാണ് അംബ്രല സ്കീം. ഈ സമഗ്ര ശിക്ഷ എന്ന് പറയുന്ന അംബ്രല സ്കീമിന്റെ കീഴിലുള്ള സബ് സ്കീംസ് ആണ് ഇവയെ ഓരോന്നും. 31,050 കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് ടു ബൂസ്റ്റ് എഡ്യൂക്കേഷൻ സെക്ടർ. A comprehensive initiative called PM eVidya has been launched, which unifies all efforts related to digital online on-air education. This will enable multi-mode access to education. അപ്പോൾ നമുക്കറിയാം സ്വയം പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി. മനോദർപ്പൻ ഇനിഷ്യേറ്റീവ് ഉണ്ട്. വെബ്സൈറ്റ് വഴി സപ്പോർട്ട് കൊടുക്കുക, ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ കൊടുക്കുക. ഈ ലേണിംഗ് ഒക്കെ വർദ്ധിച്ചു വരികയാണ്. നല്ല കാര്യമാണ്. ഇന്ത്യ അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് വരും. പേജ് 9 ഇന്ത്യ US പാർട്ട്ണർഷിപ്പ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഹിന്ദു കോട്ട് ചെയ്തിട്ടുണ്ട്. The message was part of PM's greetings to US President on the occasion of 245th Independence Day of the United States, which was celebrated on July 4. ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. 245 വർഷമായി. അപ്പൊ ഇവിടെ പ്രധാനമന്ത്രി ചില കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ അഭിപ്രായ പ്രകടനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യയും US തമ്മിലുള്ള ടൈഅപ്സ്, അത് പ്രത്യേകിച്ചും ചൈനയ്ക്ക് ഒരു പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. രണ്ടും ഡെമോക്രസിയാണ്. അതാണ് ഒരു വലിയ പ്രത്യേകത. ലോകത്തിലെ ആദ്യത്തെ ഡെമോക്രാറ്റിക് കൺട്രിയാണ് USA എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ലീഡർഷിപ്പ് മുൻപോട്ടേക്ക് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇതാണ്. US appointed Atul Keshav, a career diplomat, as the charge d'affaires at the US Embassy in New Delhi. അതുൽ കേശവ് എന്ന് പറയുന്ന വ്യക്തിയെ, അദ്ദേഹം ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കാം, അദ്ദേഹത്തെ US എംബസിയിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീറ്റിംഗ് ഫ്രം ദ ഇന്ത്യൻ സൈഡ് ഈസ് ഇൻ കോൺട്രാസ്റ്റ് ടു സൈലൻസ് that Delhi maintained during the centenary celebrations of the Communist Party of China. It is understood that top-level greetings to China were not sent, as India views the celebration as a party affair. India അവർക്ക് അയച്ചു കൊടുത്തില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികത്തിന് നമ്മൾ ആശംസകളൊന്നും അയച്ചില്ല. കാര്യം ഇതൊരു പാർട്ടി അഫെയർ ആയിട്ടാണ് ഇന്ത്യ കൺസിഡർ ചെയ്തത്. എന്താണെങ്കിലും ഒരു സൈഡിൽ ചൈന ഇമ്പോർട്ടൻസ് കിട്ടുമ്പോൾ മറ്റൊരു സൈഡിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരുന്നത് അഭിമാനകരമാണ്. ക്രോക്സ് റീലൊക്കേറ്റഡ് ഫ്രം ഗുജറാത്ത് ലേക്ക് എന്ന് വെച്ചാൽ എന്താണ്? ക്രൊക്കോഡൈൽസ് ഗുജറാത്തിലെ ലേക്സിൽ നിന്ന് നർമ്മദ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തുള്ളിടത്ത് നിന്ന് ടൂറിസ്റ്റുകളുടെ സേഫ്റ്റിയെ കരുതി 194 ക്രൊക്കോഡൈൽസിനെ എന്ത് ചെയ്തു? അവിടെ നിന്ന് മാറ്റി പഞ്ച്മുളി ലേക്കിലേക്ക് മാറ്റി. അല്ലെങ്കിൽ ഈ ബോട്ടിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇത് ചിലപ്പോൾ ഭീഷണി സൃഷ്ടിക്കും. ഇത് മനസ്സിലാക്കിയാണ്. അപ്പൊ പഞ്ച്മുളി ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈക് 3 എന്ന് അറിയപ്പെടുന്നുണ്ട്. നർമ്മദ സരോവർ റാമിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ത്യയിൽ ക്രൊക്കോഡൈലൈൻ സ്പീഷീസ് ഏതൊക്കെയുണ്ട്? മുഖാർ മാർഷ് എന്ന് പറയുന്ന ക്രൊക്കോഡൈലുണ്ട്. എഗ് ലേയിങ് ആണ്, ഹോൾ നെസ്റ്റിംഗ് സ്പീഷീസ് ആണ്. അത് വളരെ ഡേഞ്ചറസ് ആണ്, മഗർ എന്ന് പറയുന്ന ക്രൊക്കോഡൈൽ. അടുത്ത ഇന്ത്യയിലുള്ളത് അത് ഭൂട്ടാൻ മ്യാൻമാറിലേക്ക് ഓൾറെഡി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ഒരു വലിയ പ്രശ്നമാണ്. ഫിഷിംഗ് ആക്ടിവിറ്റീസ്, പിന്നെ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ക്രൊക്കോഡൈലിന്റെ പാർട്സ് ഉപയോഗിക്കും. അതുകൊണ്ടൊക്കെയാണ് വംശനാശം നേരിടുന്നത്. എസ്റ്റൂറിയൻ സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈല് ഇന്ത്യയിലുണ്ട്. ഇത് ഒറീസയിലെ ബിത്താർ കനികയിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നു. സുന്ദർബൻസിലുണ്ട്, ആൻഡമാൻ നിക്കോബാറിലുണ്ട്. ഗരിയൽസ് എന്ന് പറയുന്ന ക്രൊക്കോഡൈലുണ്ട്. അത് ഏഷ്യൻ ക്രൊക്കോഡൈലാണ്. അപ്പോ ഈ പോപ്പുലേഷൻ ഹിമാലയൻ റിവേഴ്സിലൊക്കെ ഇത് വളരെ പോപ്പുലർ ആയിട്ട് കാണാം. ചമ്പൽ റിവറിൽ കാണാം. വിന്ധ്യ മൗണ്ടെയിൻസിൽ സ്ലോപ്സിൽ കാണാൻ പറ്റും. അപ്പോ ഹിമാലയൻ
ഗഗ്ര, ഗണ്ഡക് റിവർ, ഗീർവ റിവർ, ഇവിടെയൊക്കെ ഈ ക്രൊക്കോഡൈലിനെ കാണാൻ പറ്റും. ത്രെട്ടൻഡ് സ്പീഷീസിലാണ്, ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡ്. ചൈനീസ് ആസ്ട്രോനൈറ്റ്സ് കംപ്ലീറ്റ് ഫസ്റ്റ് സ്പേസ് പാർക്ക് അറ്റ് ദ ന്യൂ സ്റ്റേഷൻ. അവര് ന്യൂ ടിയാൻഗോങ് സ്റ്റേഷനിൽ അവരുടെ സ്പേസ് പാർക്ക് നടത്തി എന്നുള്ള വാർത്തയാണ് നമ്മൾ കാണുന്നത്. ചൈനയുടെ പെർമനന്റ് സ്പേസ് സ്റ്റേഷനാണ്. എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് പോകുന്നു. പേജ് 6, കോവിഷീൽഡ് GS പേപ്പർ 2 പൊളിറ്റി ആൻഡ് ഗവേണൻസിലുള്ള ഒരു വാർത്തയാണ്. പുഷ്കർ ധാമി, അദ്ദേഹം തിരാത് സിംഗ് റാവത്തിനെ മാറ്റി ചീഫ് മിനിസ്റ്റർ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെയുള്ള ഒരു ഇഷ്യൂ എന്താണ്? കോവിഷീൽഡ്, കോവിഡ് കാരണമാണ് പുതിയ ആൾക്ക് ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റിയത്. 6 മാസത്തിനുള്ളിൽ ഒരാള് MLA അല്ല എങ്കിൽ അയാൾ ചീഫ് മിനിസ്റ്റർ സ്ഥാനം 6 മാസം വരെ വഹിക്കും. 6 മാസത്തിനുള്ളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ കൗൺസിലിലോ അയാൾ തിരഞ്ഞെടുക്കപ്പെടണം. അപ്പൊ ഈ ചെറിയ സംസ്ഥാനങ്ങൾക്കൊന്നും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ലല്ലോ ഉത്തരാഖണ്ഡില്. അപ്പൊ അസംബ്ലിയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ കോവിഡ് മൂലം ഇലക്ഷൻ നടക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെടാൻ സാധിച്ചില്ല. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാവുക. GS3 എക്കണോമിയിൽ നിന്നുള്ള മറ്റൊരു കറണ്ട് റിലേറ്റഡ് ഉണ്ട്. അവിടെ ഇന്ത്യയുടെ മർച്ചൻഡൈസ് എക്സ്പോർട്സ് ഹൈയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. ഇത് എക്കണോമിക് ഫ്രണ്ടിൽ വളരെ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് ഗുഡ്സിന്റെ എക്സ്പോർട്ട് അത് ഒരുപാട് വർദ്ധിച്ചു. അത് 2.7 ബില്യൺ ഇൻ വാല്യൂ, അതായത് 2019 നോക്കുമ്പോൾ 42%. അപ്പം വാക്സിനേഷൻ കവറേജ് കൂടുന്നതും എക്കണോമിക് റിക്കവറിക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ എക്കണോമിക് റിക്കവറി ഉണ്ടാകണമെങ്കിൽ വാക്സിനേഷൻ കവറേജ് കൂട്ടണം. ഈ ഒരു ബന്ധം മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി ഇന്ത്യയും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നുണ്ട്. ട്രേഡ് ഡാറ്റ സൂചിപ്പിക്കുന്ന എക്സ്പോർട്ടിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പോൾ ഡ്യൂട്ടീസും ടാക്സസും നമ്മൾ ചില പ്രൊഡക്ട്സിനൊക്കെ തന്നെ കുറയ്ക്കുന്നുണ്ട്. പോളിസി മേക്കേഴ്സ് അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്നും കൂടി ഹിന്ദു എഡിറ്റോറിയലിലൂടെ ആവശ്യപ്പെടുന്നു. മിലിറ്ററി സിനർജി പ്ലാൻ എഡിറ്റോറിയലിന്റെ വലതുവശത്തുള്ള ആർട്ടിക്കിളാണ്. സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. GS3യിൽ ഇന്ത്യൻ മിലിറ്ററി to work in silos like all governmental agencies in India, and need was rightly felt and directions issued by PM to bring about jointness, leaving the task of the first chief of defense staff. CDS എന്നുള്ള ഒരു പോസ്റ്റ് വന്നു. അപ്പൊ തന്നെ ആളുകൾ ചോദിച്ചു എന്തിനാണ് ഇങ്ങനത്തെ പദവി എന്ന് ചോദിച്ചു. ഇപ്പൊ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് വന്ന അടുത്തൊരു ഘട്ടത്തിന് മുന്നോടിയായിട്ടാണ്. അടുത്ത ഘട്ടം എന്താണ്? അടുത്തത് നമ്മൾ നേവി, ആർമി, എയർഫോഴ്സ് ഒരുമിച്ച് ഒരു കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് പല സ്ഥലത്ത്. ഇത് എഫക്റ്റീവ്നെസ് കൂട്ടും. പലതായിട്ട് വർക്ക് ചെയ്യേണ്ടവരല്ല നേവിയും ആർമിയും എയർഫോഴ്സും എല്ലാം തന്നെ. ഇപ്പൊ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് എന്താണ്? അപ്പോ ഇന്ത്യ സ്റ്റിൽ ഡസ് നോട്ട് ഹാവ് എ ക്ലിയർലി ആർട്ടിക്കുലേറ്റഡ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി. ഒരു ക്ലിയർ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. എക്സ്പെർട്ടൈസ് ഉണ്ടാവും. അതായത് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിന് ഓരോ ജോലിയും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ആർമി, എയർഫോഴ്സിലോ അത് Indian Army has always kept IAF out of the information loop and demonstrated a penchant to go it alone. അത് മാറണം. അപ്പൊ ആർമി ചെയ്യേണ്ട കാര്യങ്ങൾ ആർമി ഒറ്റയ്ക്കല്ല, അവർ എയർഫോഴ്സിന്റെ സപ്പോർട്ടോട് കൂടി ചെയ്യും. അപ്പോ lack of knowledge of events and a failure to learn from historical fact. IAF joined the party late during Kargil is also a totally baseless. Recorded facts and a dispassionate view would clearly show that IAF began conducting reconnaissance missions on May 10 as soon as the Indian Army just made a request for attack helicopters without sharing full information. ഒരു ടീമായിട്ട് ഇവർ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും വളരെ എഫക്റ്റീവായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. അത് വളരെ പോസിറ്റീവാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ അനാലിസിസ് അതിന്റെ PDF അബ്സല്യൂട്ടിന്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാം. ഒപ്പം നിരവധി ക്വസ്റ്റ്യൻസ്, പ്രിലിം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള നിരവധി ക്വസ്റ്റ്യൻസ് അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാം. നമ്മുടെ മെയിൻ ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നു. അബ്സല്യൂട്ടിൽ വിളിച്ച് 29 ടെസ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് ചേരാം. പ്രിലിം ടെസ്റ്റ് സീരീസ് 8-ാം തീയതി ആരംഭിക്കുകയാണ്, അതിൽ നിങ്ങൾക്ക് ചേരാം. ഒപ്പം നമ്മളുടെ സെപ്റ്റംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസ.